ടാലിയുടെ ഇന്നത്തെ ക്ലാസ്സിലെ കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ ഈ ടോപ്പിക്കാണ് പറയുന്നത്. കോസ്റ്റ് കാറ്റഗറി കോസ്റ്റ് സെൻറ്റർ ഉപയോഗിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ്റെ കൂടെ ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഡീറ്റെയിൽസ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇടപാട് നടത്തുമ്പോൾ ആ ഇടപാടിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരോ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് ചെയ്യുന്ന സമയത്ത് സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യണം. സെയിൽസ് എന്ന ട്രാൻസാക്ഷൻ്റെ കൂടെ സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ഉപയോഗിക്കുന്നത്. ഇത് ടാലിയിൽ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ടാലി ഓപ്പൺ ആക്കി ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പനി ക്രിയേഷൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തതാണ്. അത് നിങ്ങൾ ലിങ്കിലുണ്ട്, നോക്കാം. ഇനി കമ്പനി ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് 2 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ് കാറ്റഗറി ക്രിയേഷൻ. കോസ്റ്റ് കാറ്റഗറിയുടെ ക്രിയേഷനാണ്. സ്റ്റെപ്പ് 2 കോസ്റ്റ് സെൻറ്ററിൻ്റെ ക്രിയേഷനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കോസ്റ്റ് കാറ്റഗറി ഉണ്ടാക്കണം, രണ്ടാമത് കോസ്റ്റ് സെൻറ്റർ ഉണ്ടാക്കണം. ഇതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് F11 എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്ന് പറയും. F11 ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം ടാലി ഓപ്പൺ ആക്കി കമ്പനി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് F11 പ്രസ് ചെയ്യുക. കീബോർഡിൽ F11 പ്രസ് ചെയ്യുക. അതിനകത്ത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ്. ഇത് എസ് എന്നാക്കാം. എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് എസ് ആക്കുക. സേവ് നിങ്ങൾ എൻ്റർ അടിച്ച് പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ എ പ്രസ് ചെയ്താലും സേവ് ആവും. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ് കാറ്റഗറി ആണ്. അത് എങ്ങനെ ചെയ്യുക? ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റ്. ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റ് എടുത്തു. ഇവിടെ കോസ്റ്റ് കാറ്റഗറി കാണുന്നുണ്ടോ നോക്കുക. ഇവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഷോ മോർ എടുക്കുക. ഷോ മോർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും കോസ്റ്റ് കാറ്റഗറി എന്ന് വരും. കോസ്റ്റ് കാറ്റഗറി എടുത്ത് എൻ്റർ ചെയ്തിട്ട് ചെയ്യുന്നു. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ സെയിൽസ്മാൻ ആണെങ്കിൽ സെയിൽസ് മാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഇത് കോസ്റ്റ് കാറ്റഗറിയാണ്. സേവ് ചെയ്ത് ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് കോസ്റ്റ് സെൻറ്റർ ആണ്. കോസ്റ്റ് സെൻറ്റർ ചെയ്യുന്നതെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലി ക്രിയേറ്റ് എടുക്കുക. അതിൽ കോസ്റ്റ് സെൻറ്റർ ഉണ്ട്. ഇനി ആദ്യം ചോദിക്കുന്നത് കോസ്റ്റ് കാറ്റഗറിയാണ്. അത് നമ്മൾ മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തതാണ്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെയിൽസ്മാൻ. ദെൻ കോസ്റ്റ് സെൻറ്ററിൻ്റെ പേര് ഇവിടെ എക്സാമ്പിൾ രാജ് എന്ന് കൊടുത്തു. അതായത് സെയിൽസ്മാൻ രാജാണ് സെയിൽസ്മാനെ പേര് കൊടുത്തു. സെയിൽസ്മാൻ്റെ പേര് അവിടെ ആഡ് ചെയ്തു, സേവ് ചെയ്തു. ഇങ്ങനെയാണ് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ഉണ്ടാക്കുക. ഇനി ഇത് നമ്മൾ ട്രാൻസാക്ഷൻ ഇടപാട് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ, സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സെയിൽ എവിടെ ചെയ്യുക? സെയിൽസ് F8ലാണ്. F8 എന്നാൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സിൽ എടുത്തിട്ട് F8 എടുക്കുക. ഗേറ്റ്വേ ഓഫ് ടാലി വൗച്ചേഴ്സ്, ഗേറ്റ്വേ ഓഫ് ടാലി വൗച്ചേഴ്സ്. സെയിൽ ബട്ടൺ, സെയിൽസ് എന്ന F8 ആണ്. സെയിൽ എടുത്തു. ഇവിടെ നമ്മൾ ക്യാഷിന് വിൽക്കുകയാണെങ്കിൽ ക്യാഷിന് കൊടുക്കാം, ക്രെഡിറ്റ് ആണ് കസ്റ്റമറെ പേര് കൊടുക്കാം. ഇപ്പോൾ പർച്ചേസും സെയിൽസൊക്കെ ചെയ്യുന്നത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണാം. അതിൽ പർച്ചേസും പർച്ചേസ് റിട്ടേണും സെയിലും സെയിൽസ് റിട്ടേണും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഫസ്റ്റ് നമ്മളിവിടെ ഞാൻ ക്യാഷിനായതുകൊണ്ട് ക്യാഷിന് കൊടുക്കും. എൻ്റർ ചെയ്തിങ്ങനെ പോയി. ഇനി ഇവിടെ നമ്മൾ സെയിൽസ് ലെഡ്ജർ, സെയിൽസ് എന്ന സ്ഥലത്ത് സെയിൽസ് ലെഡ്ജർ കൊടുക്കാം. ഇവിടെ ഈ ഭാഗത്താണ് കോസ്റ്റ് കാറ്റഗറി വരിക, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ ഇവിടെ F12 പ്രസ് ചെയ്യുക. F12 ആണ് കോൺഫിഗറാണ്. F12 എന്നുള്ളത് കോൺഫിഗറാണ്. കോൺഫിഗർ പ്രസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത്
സെലക്ട് കോസ്റ്റ് സെൻറ്റർ ക്ലാസ്, ഇത് എസ് എന്നാക്കാം. സെലക്ട് കോസ്റ്റ് സെൻറ്റർ ക്ലാസ് എസ് ആക്കിയിട്ട് സേവ് ചെയ്യാം. ഷോ ലിസ്റ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റർ എസ് ആക്കണേ. ഷോ ലിസ്റ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റർ. ഇനി നമ്മൾ എൻ്റർ സേവ് ചെയ്തിട്ട് ഇവിടെ വരും സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കോസ്റ്റ് സെൻറ്റർ എന്ന ക്ലാസ് എന്നുള്ളടത്ത് ഇവിടെ നമുക്ക് സെയിൽസ്മാൻ്റെ പേര് കൊടുക്കാം. അത് കഴിഞ്ഞ് നെയിം ഓഫ് ഐറ്റം പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കാനുള്ളതും ക്വാണ്ടിറ്റി എണ്ണം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തു? അപ്പോൾ ആദ്യം പാർട്ടി അക്കൗണ്ട് നെയിം കൊടുത്തു. പാർട്ടികൾ കൊടുത്ത് ഞാൻ ക്യാഷിനുള്ള സെയിൽ ആയതുകൊണ്ട് ക്യാഷ് എന്ന് കൊടുത്തു. സെയിൽസ് ലെഡ്ജറിനടുത്ത് സെയിൽസ് എന്ന് കൊടുത്തു. കോസ്റ്റ് സെൻറ്ററിനടുത്ത് സെയിൽസ്മാൻ്റെ പേര് കൊടുത്തു. അതേ നെയിം ഓഫ് ഐറ്റം ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്യുന്നു. ഇതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ഉപയോഗം. ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ പേരോ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇനി സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ സെയിൽസ്മാൻ ചിലപ്പോൾ ഒരുപാട് സെയിൽ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ മൊത്തത്തിൽ എത്ര രൂപയുടെ ടോട്ടൽ എമൗണ്ട്, ഇയാളിലൂടെ നടന്ന സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണണം. അപ്പം കോസ്റ്റ് കാറ്റഗറിയുടെ റിപ്പോർട്ട് കാണണം. അതിന് നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലി, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, കോസ്റ്റ് സെൻറ്റേഴ്സ്, കാറ്റഗറി സമ്മറി. ഇവിടെ കാണിക്കും സെയിൽസ്മാൻ്റെ പേര്, ഇവിടെ കാണിക്കും. ഇവിടെ ക്ലോസിംഗ് ബാലൻസ്, ഇയാളിലൂടെ നടന്ന സെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 15,000, 15,000 രൂപയുടെ സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇയാൾക്ക് ഒരു 10% കമ്മീഷൻ കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഈ 15,000 രൂപയുടെ 10% കമ്മീഷൻ കൊടുക്കുക. അപ്പോൾ 15,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1,500 രൂപ വരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം നമ്മൾ റിപ്പോർട്ട് നോക്കണം, എത്ര രൂപയുടെ സെയിൽസ് നടത്തി എന്ന് കാണണം. എന്നിട്ട് ആ ടോട്ടൽ സംഖ്യയുടെ ശതമാനം കാണണം. 15,000-ൻ്റെ 10% ആണെങ്കിൽ 1,500 വരിക. അപ്പോൾ കമ്മീഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ എവിടെ ചെയ്യണം? വൗച്ചറിൽ, പേയ്മെൻറ്റിൽ, ഇതാ ഇവിടെ നമുക്ക് സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യാൻ പറ്റും. രാജിനാണ് കമ്മീഷൻ കൊടുക്കുന്നത്, രാജ് എന്ന് കൊടുത്തു. ദെൻ ഇവിടെ ബൈ എന്നുള്ളത് ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ പെയ്ഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സേവ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ 1,500 രൂപ, 1,500 ടു ക്യാഷ്. അങ്ങനെ ഡെബിറ്റ് കമ്മീഷനും ക്രെഡിറ്റ് ക്യാഷും കൊടുക്കാം. ഇവിടെ നമുക്ക് സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യാൻ പറ്റും. ഈ കോസ്റ്റ് സെൻറ്റർ ക്ലാസ് എന്നുള്ളടത്ത് സെയിൽസ്മാൻ്റെ പേര് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ വ്യക്തിയുടെ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിയേറ്റ് കാറ്റഗറി ഉണ്ടാക്കാൻ പോവുകയാണ്. കോസ്റ്റ് കാറ്റഗറി, സപ്പോസ് സ്റ്റേഷനറി എന്ന് കൊടുത്തു. കോസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ കോസ്റ്റ് സെൻറ്ററിൽ വന്നിട്ട് ഇവിടെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് സ്റ്റേഷനറി എന്ന് കൊടുത്തു. ഫോർ എക്സാമ്പിൾ പെന്ന്, പാക്കിംഗ് കവർ, ഇങ്ങനെയുള്ള പേപ്പർ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. സ്റ്റേഷനറി എന്നുള്ളൊരു കോസ്റ്റ് കാറ്റഗറിയിലാണ് ഈ പെന്ന്, പേപ്പർ, അതുപോലെ പാക്കിംഗ് കവറൊക്കെ ചെയ്തത്. ഇനി സേവ് ചെയ്തു. ഇനി നമ്മൾ ഇടപാട് നടത്തുമ്പോൾ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് വൗച്ചറിൽ പോയിട്ട് ഇവിടെ നമ്മൾ സ്റ്റേഷനറി വാങ്ങുകയാണെങ്കിൽ സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒരു 1,000 റുപ്പീസ് സ്റ്റേഷനറി വാങ്ങി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചോദിക്കും കോസ്റ്റ് കാറ്റഗറി വരും. ഇവിടെ നമ്മൾ സ്റ്റേഷനറി എന്ന് കൊടുത്തു. ഇനി പാക്കിംഗ് കവർ ഒരു 500 രൂപയുടെ പാക്കിംഗ് കവറും, പേപ്പർ ഒരു 300 രൂപയുടെ പേപ്പറും, പെന്ന് ഒരു 200 രൂപയുടെ പെന്നും വാങ്ങി. അപ്പം ഇങ്ങനെ കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ടു ക്യാഷ് എന്ന് കൊടുക്കും. സേവ് ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗേറ്റ് കോസ്റ്റ് കാറ്റഗറി. അപ്പോൾ നമ്മളെ കമ്പനിയിലെ അക്കൗണ്ടൻറ്റുമാരുണ്ട്, 2 പേരുണ്ട് വിചാരിക്കുക. 2 അക്കൗണ്ടൻറ്റുമാരുണ്ട്. അപ്പോൾ സേവ് ചെയ്ത് അക്കൗണ്ടൻ്റ് പറഞ്ഞ കോസ്റ്റ് കാറ്റഗറി ചെയ്തു. ഇനി കോസ്റ്റ് സെൻറ്ററിൽ വന്നിട്ട് ഇവിടെ കാറ്റഗറിയിൽ ഞാൻ അക്കൗണ്ടൻ്റ് കൊടുത്തു.
ഒരു വിമലിന് കൊടുത്തു, ഒരു ശ്യാമിന് കൊടുത്തു. വിമലും ശ്യാമും 2 അക്കൗണ്ടന്റുമാരാണ്. ഇനി ഇവർക്ക് സാലറി കൊടുക്കുമ്പോൾ വൗച്ചറിൽ പേയ്മെൻറ്റിൽ ഇവിടെ നമുക്ക് സാലറി എന്ന് കൊടുത്തു. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഒരു 25,000 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ടന്റ് ശ്യാമിന് ഒരു 15,000, വിമലിന് ഒരു 10,000, 10,000 ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. സേവ് ചെയ്യുന്നു. ഇതിൻ്റെ റിപ്പോർട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, കോസ്റ്റ് സെൻറ്റർ, കാറ്റഗറി സമ്മറി, ഇവിടെ റിപ്പോർട്ടുകൾ കാണിച്ചു തരും. ഇന്നത്തെ കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്ററിൻ്റെ ക്ലാസ് മനസ്സിലായി വിചാരിക്കുകയാണ്. മറ്റുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ടാലിയുടെ കമ്പനി ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേഷൻ, പ്രൊഡക്റ്റ് ക്രിയേഷൻ, കോൺട്ര, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, വൗച്ചറുകൾ, പിന്നെ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഇതൊക്കെ ഇതിൻ്റെ എല്ലാം വീഡിയോകൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്.